ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം പാഴാക്കാതെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മദർബോർഡ് ആസ്യൂസിൻ്റെ പ്രൈം B450MK2 ആണ്. പ്രോസസ്സർ Ryzen 5 4600G ആണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് സഹിതമാണ് വരുന്നത്. നമുക്ക് ഈ ബോക്സിൽ ആക്ച്വൽ പ്രോസസ്സറും പിന്നെ അതിൻ്റെ ഫാനും കിട്ടും. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ജിഗാബൈറ്റിൻ്റെ P450B എന്ന പവർ സപ്ലൈ ആണ്. ഇത് 450 വാട്ട്സ് ആണ്. 80+ ബ്രോൺസ് സർട്ടിഫിക്കേഷനും ഉണ്ട് ഇതിന്. റാം കിങ്സ്റ്റണിൻ്റെ 2 8GB റാമാണ്. അങ്ങനെ ടോട്ടൽ 16GB. ഇത് DDR4 ആണ്. 3200 MHz ആണ് ഇതിൻ്റെ സ്പീഡ്. സ്റ്റോറേജിന് വേണ്ടി 500GBയുടെ ക്രൂഷ്യൽ P3+ NVMe SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് eSportsൻ്റെ Elite 1100 ആണ് നമ്മൾ PC കേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 4 RGB ഫാൻസ് വരുന്നുണ്ട്. 3 ഫ്രണ്ടിലും 1 ബാക്കിലുമായിട്ട്. ആദ്യം PC കേസിൻ്റെ സൈഡ് പാനലുകൾ അഴിക്കണം. പവർ സപ്ലൈ യൂണിറ്റ് PC കേസിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സ്ക്രൂകൾ ഓരോന്നായിട്ട് മുറുക്കി കൊടുക്കാം. ഇനി മദർബോർഡ് PC കേസിലേക്ക് ഫിക്സ് ചെയ്യണം. അതിനു മുമ്പ് മദർബോർഡിലേക്ക് പ്രോസസ്സറും അതിൻ്റെ ഫാനും നമുക്ക് ഫിക്സ് ചെയ്യാം. മദർബോർഡിലെ പ്രോസസ്സറിൻ്റെ സോക്കറ്റിലുള്ള ട്രയാങ്കിൾ അടയാളവും പ്രോസസ്സറിലുള്ള ട്രയാങ്കിൾ അടയാളവും ഒരേ രീതിയിൽ വരുന്ന വിധത്തിൽ വേണം ഫിക്സ് ചെയ്യാൻ. അടുത്തതായിട്ട് ഫാൻ ഫിക്സ് ചെയ്യാം. അതിനു മുമ്പ് മദർബോർഡിൽ ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഫാൻ ഹോൾഡർ എടുത്തു മാറ്റണം. നമുക്കതിൻ്റെ ആവശ്യമില്ല. തെർമൽ പേസ്റ്റ് സഹിതമാണ് ഈ ഫാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം തെർമൽ പേസ്റ്റ് തേക്കേണ്ട കാര്യമില്ല. ഫാൻ പ്രോസസ്സറിൻ്റെ മുകളിൽ സാവധാനം വെച്ചിട്ട് ഒരുപാട് ടൈറ്റ് ആകാത്ത വിധത്തിൽ സ്ക്രൂകൾ മുറുക്കണം. എന്നിട്ട് ഫാനിൻ്റെ കേബിൾ മദർബോർഡിലെ CPU ഫാൻ എന്ന കണക്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇനി മദർബോർഡിനൊപ്പം വന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഷീൽഡ് PC കേസിൽ ഫിക്സ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്നതൊരു മിനി ATX ഫോം ഫാക്ടറിലുള്ളൊരു മദർബോർഡാണ്. അതുകൊണ്ട് അതിന് വേണ്ട നട്ടുകളെല്ലാം PC കേസിൽ ഫിക്സ് ചെയ്യണം. ഇനി മദർബോർഡ് PC കേസിൽ വെച്ചതിന് ശേഷം സ്ക്രൂകൾ ഓരോന്നായി മുറുക്കി കൊടുക്കാം. PC കേസിൻ്റെ ഫ്രണ്ടിലെ ഫാനുകളുടെ കേബിളുകൾ ഇതുവഴി പവർ സപ്ലൈ യൂണിറ്റിനടുത്തേക്ക് കൊണ്ടുവരണം. ഫ്രണ്ട് പാനലിൽ നിന്ന് വരുന്ന കേബിളുകൾ ഇതുവഴി PC കേസിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കടത്തിവിടണം. എന്നിട്ടത് ഈ ഹോള് വഴി മദർബോർഡിനടുത്തേക്ക് എത്തിക്കണം. മദർബോർഡിലേക്കുള്ള കേബിൾ ഇതുവഴിയും കടത്തിവിടണം. ഫാനുകളിൽ നിന്നുള്ള കണക്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി കണക്ട് ചെയ്തിട്ട് പവർ സപ്ലൈ യൂണിറ്റിൽ നിന്നുള്ള പെരിഫറൽ കണക്ടർ അതിലേക്ക് കണക്ട് ചെയ്യണം. അധികം വന്ന കേബിളുകൾ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ മുൻവശത്തുള്ള ഒഴിഞ്ഞ ഭാഗത്ത് വയ്ക്കാം. പക്ഷേ PC കേസിലെ മുൻവശത്തുള്ള ഫാനിൽ തട്ടാതെ ശ്രദ്ധിക്കണം. മദർബോർഡിലേക്കുള്ള ഈ കണക്ടർ ഇവിടെ കണക്ട് ചെയ്യാം. ഫ്രണ്ട് പാനലിൽ നിന്നുള്ള USB 3 കണക്ടർ മദർബോർഡിൻ്റെ ഇവിടെ കണക്ട് ചെയ്യണം. ഈ കേബിളിന് അല്പം നീളം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇത് തിരിച്ചെടുത്തിട്ട് PC കേസിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു ഹോള് വഴി മദർബോർഡിനടുത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിലെ HD ഓഡിയോ കണക്ടർ മദർബോർഡിലെ HD ഓഡിയോ കണക്ടറിൻ്റെ ഹെഡറിലേക്കും USB കണക്ടർ മദർബോർഡിലെ USB കണക്ടറിൻ്റെ ഹെഡറിലേക്കും കണക്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് LED, പവർ LED, പവർ ബട്ടൺ, റീസെറ്റ് ബട്ടൺ ഇതിൻ്റെയൊക്കെ കണക്ടറുകളാണ്. മദർബോർഡിലെ ലേബലുകൾ നോക്കി ഓരോന്നിൻ്റെയും ഹെഡറുകളിലേക്ക് അതും കണക്ട് ചെയ്യണം.
മദർ ബോർഡിലെ ഈ കണക്ടറിലേക്ക് പവർ സപ്ലൈ യൂണിറ്റിൽ നിന്നുള്ള ഈ കേബിൾ കണക്ട് ചെയ്യണം. ഇനി റാം സ്ലോട്ടുകളിൽ റാം സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യണം. SSD M2 സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യാൻ ആദ്യം മദർ ബോർഡിനൊപ്പം വന്ന M2 ആങ്കർ മദർ ബോർഡിൽ ഫിക്സ് ചെയ്യണം. എന്നിട്ട് SSD ഇട്ടിട്ട് ആങ്കർ കൊണ്ട് ലോക്ക് ചെയ്യണം. ഇനി 2 സൈഡ് പാനലുകളും PC കേസിലേക്ക് സ്ക്രൂ ചെയ്യാം. ഇനി ഈ പവർ കേബിൾ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ PC റെഡി. ഓൺ ചെയ്തപ്പോൾ 13 സെക്കൻഡ് കൊണ്ട് ഫുള്ള് ബൂട്ടായി ലോഗിൻ സ്ക്രീനിലേക്ക് എത്തി. ഈ വീഡിയോ ഫുള്ളും ഞാൻ ഈ PCയിൽ തന്നെ ഡാവിഞ്ചി റിസോൾവ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്തത്. ഒരു ഡെഡിക്കേറ്റഡ് GPU ഇല്ലാഞ്ഞിട്ട് പോലും ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ ഫുൾ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റി. നല്ല പെർഫോമൻസ് തരുന്നൊരു PC ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.